ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെൽമെറ്റിലെ ചിൻ മൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ചിൻ മൗണ്ട് ഓൾറെഡി സെറ്റ് ചെയ്തൊരു എൻ്റെ ആക്സിസ് ഹെൽമെറ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ട്രിപ്പ് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് എങ്ങനെയാണ് ചിൻ മൗണ്ട് സെറ്റ് ചെയ്യണം Mseal വെച്ചിട്ട്. അപ്പോൾ Mseal മാത്രം മതി, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. 10 രൂപയുടെ Mseal കൊണ്ട് പരിപാടി നടക്കും. ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ ഹെഡിൽ ടോപ്പിൽ വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ വ്യൂ ഒന്നും കറക്റ്റ് ആവുന്നില്ല. ഇത് ചിൻ മൗണ്ടിൽ വെച്ചിട്ട് ഗോപ്രോ സെറ്റ് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ വീഡിയോസിൽ എനിക്ക് മീറ്ററിൻ്റെ വ്യൂവും കിട്ടും, അതോടൊപ്പം തന്നെ റോഡിൻ്റെ വ്യൂവും കിട്ടും. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കൂടി കാണുകയും ചെയ്യാം, നമ്മുടെ ഫേസിൽ കൂടി തന്നെ നമ്മുടെ വൈസറിനകത്ത് കൂടി കാണാം നമ്മുടെ എന്താണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള സംഭവം. അപ്പോൾ എന്തുകൊണ്ടും ചിൻ മൗണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ. അതായത് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചിൻ മൗണ്ടിൻ്റെ അവിടെ നമ്മളെങ്ങനെ മൗണ്ട് സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നുള്ളത്. ഇനി ഹെഡിൻ്റെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ടോപ്പ് ഭാഗത്ത് എങ്ങനെയാണ് നമ്മുടെ മൗണ്ട് സെറ്റ് ചെയ്യണ Mseal കൊണ്ട് സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് വേണമെങ്കിൽ അത് കാണുക. പിന്നെ Mseal എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ചെറുതാക്കി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫാസ്റ്റാക്കി കാണിക്കുന്നത്. മെയിൻ പോർഷൻസ് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ Msealൻ്റെ ആ 2 കോമ്പോണൻസ് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാ സൈഡിലും അത് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് പരിപാടി. ഇത്തിരി വെള്ളം ഇട്ടാൽ മതി, ഒരുപാട് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും. പൊടിക്ക് വെള്ളം വിരലൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലും Mseal ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തുണി ഇത്തിരി വെള്ളം നനച്ചിട്ട് അവിടെയൊക്കെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ Msealൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ക്ലീനാക്കി നമുക്ക് പരിപാടി നടത്താൻ പറ്റും. പിന്നെ Mseal കൊണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഭയങ്കര കുറവാണ്, അതോടൊപ്പം തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഡ്യൂറബിളാണ്. ഇപ്പോൾ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ എന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കണതെന്നൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും അന്ന് മുതൽ മൗണ്ട് അവിടെ സംഭവം സെറ്റായിട്ടിരിക്കുന്നതാണ്, അനങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 1.5-2 മണിക്കൂറോളം ഇതിനെ ഉണങ്ങാൻ സമയം കൊടുക്കണം. ഉണങ്ങിയതിന് ശേഷം അറിയാം നമുക്കിതിൻ്റെ സ്ട്രെങ്ത്ത്. സംഭവം നിങ്ങൾ തന്നെ നോക്കിക്കോ എന്തോരം സെറ്റായിട്ടാണ് അതവിടെ ഫിക്സ് ആയേക്കണത് Mseal. 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണിത്. കണ്ട ആ ഹെൽമെറ്റ് മൊത്തം ആ മൗണ്ടിൽ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഗോപ്രോയിൽ അത്രയും പവറായിട്ട് സെറ്റായിരിക്കണ സാധനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.